ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിലെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നമ്മൾ ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ ഓപ്ഷൻ സ്ട്രൈക്കിന് അടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സ്ട്രൈക്ക് ലെവൽസിന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലിസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് മുമ്പും ഈ ഒരു ലെവൽസ് ബേസ് ചെയ്ത് നമ്മൾ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ AU ബാങ്ക് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 820 ആണ്, ക്ലോസ് ചെയ്തത് 819.85 തൊട്ടടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചാർട്ട് ഓപ്പൺ ചെയ്ത് 820 ആദ്യം മാർക്ക് ചെയ്യും, അതിനുശേഷം തൊട്ടടുത്തുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ മാർക്ക് ചെയ്യും. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, എങ്ങനെയാണ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് തൊട്ടടുത്ത് മാർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റോക്സുകൾ, അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യാം. കാരണം നമുക്ക് എല്ലാ സ്റ്റോക്സുകളും ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സ്റ്റോക്സുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ വാല്യൂ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റും ക്ലോസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് പേഴ്സൻറ്റേജിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ AU ബാങ്ക് 0.02, അപ്പോൾ തൊട്ടടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്റ്റോക്ക് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് AU ബാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ AU ബാങ്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് AU ബാങ്കിൻ്റെ ചാർട്ടാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ചാർട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ചാർട്ട് നോക്കാം. അപ്പോൾ ഇത് 9.15, ഓക്കെ. അതോടെ ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. ഇനി നമുക്ക് ഇവിടെ ഒരു ടൂൾ എടുക്കണം. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫയേഴ്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടൂൾ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസത്തെ ഓപ്പണിംഗ് ക്യാൻഡിൽ മുതൽ ക്ലോസിംഗ് ക്യാൻഡിൽ വരെ ഇതെല്ലാം മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രലിൽ കൂടെ ഒരു ലൈൻ പോയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വോളി നടത്തുന്ന ഏരിയയാണ് ആ ഒരു സെൻട്രൽ ലൈൻ കാണിക്കുന്നത്. ആ ഒരു ബ്ലോക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആ ഹൊറിസോണൽ ടൂൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതായത് നമ്മൾ ഈ ലെവൽസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. കണ്ടോ, 9.15 ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ നമുക്ക് ഈ AU ബാങ്കിൽ ചാൻസ് കിട്ടിയിട്ടില്ല. അതായത് AU ബാങ്ക് അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് റിട്രേസ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ബൈ, അതെല്ലാം ബ്രേക്ക് ഔട്ട് ചെയ്ത് ക്യാൻഡിൽ 5 മിനിറ്റ് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലാണ്. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. ഇപ്പോൾ AU ബാങ്ക് കിട്ടിയില്ല. പിന്നെ ക്യുമിൻസ് ഇന്ത്യയാണ്, അതും 0.03 തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമുക്ക് മാർക്ക് ചെയ്യാം. ആ ടൂൾ സെലക്ട് ചെയ്യാം. 9.15 മുതൽ 15.25 വരെ, അതായത് 3.25 വരെയുള്ള. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ വോളി നടന്ന ഈ ഏരിയയാണ്. ആ ഒരു ബ്ലോക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ ടൂൾ ഹൊറിസോണൽ ലൈൻ ഉപയോഗിച്ചിട്ട് ആ ബ്ലോക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് കയറിപ്പോയി. നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, താഴേക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. കണ്ടോ, 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് സെല്ലാണ്. അതിനുശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു, താഴേക്ക് വന്നു. ഇതാണ് പെർഫെക്റ്റ് സെൽ എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു, തിരിച്ച് റീടെസ്റ്റ് ചെയ്തു, വീണ്ടും താഴേക്ക്. കണ്ടോ, അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഒരു സെല്ല് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സെല്ലാവണമെങ്കിൽ നമുക്ക് തൊട്ട് മുകളിലുള്ള ഈ ലെവൽസിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ മുകളിലായാലും സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. ടാർഗറ്റ് നമുക്ക് 1:1 1:2 അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. ഇനി അടുത്ത് M&M ഫിനാൻസ്, അതും 0.02 ആണ്, തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ M&M ഫിനാൻസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെ നിന്നാണ്, ക്ലോസ് ചെയ്ത് ഇവിടെയാണ്. ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. വോളിയം ഹൈ വോളിയം നടന്ന ഏരിയ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തില്ല, അതിന് താഴെയാണ് ട്രേഡ് നടന്നത്. അപ്പോൾ നമുക്കൊരു എൻട്രി വന്നിട്ടില്ല, മാർക്കറ്റ് താഴേക്ക് പോയി. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. NMDC ആണ്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ലെവലായിരുന്നു, ക്ലോസ് ചെയ്ത് ഇവിടെയാണ്.
അപ്പോൾ NNDCയും നമുക്കൊരു എൻട്രി കിട്ടിയിട്ടില്ല. മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെ നല്ല രീതിയിൽ താഴേക്കോട്ടാണ് ചെയ്തത്. നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ABFRലാണ് തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ABFRൽ സെലക്ട് ചെയ്യാം. ഇനി ABFRൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. ലെവൽസ് മാർക്ക് ചെയ്യാം. ഉണ്ടോ? ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് താഴെയാണ്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു, തിരിച്ച് കണ്ടോ എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തു. കണ്ടോ, അവിടെ നിന്ന് വീണ്ടും സെല്ല് വന്നു. അടുത്ത സ്റ്റോക്ക് KEI ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് മുതൽ ക്ലോസ് വരെ കഴിഞ്ഞ ദിവസത്തെ ഞാൻ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എക്സാക്റ്റ് ആ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതായത് ഇത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്യുന്ന സ്റ്റോക്സുകൾക്ക് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൽ തന്നെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്യുന്ന സ്റ്റോക്ക് നമുക്ക് എല്ലാ സ്റ്റോക്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ഷേ ഇത് ഒരുപാട് സ്റ്റോക്കിൽ നമുക്ക് ഒരേ സമയം വാച്ച് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരുന്ന സ്റ്റോക്സിൽ മാത്രം എടുത്ത് ഒരു വാച്ച് ലിസ്റ്റ് റെഡിയാക്കാം. എന്നിട്ട് അതിനകത്ത് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് വോളിയം പ്രൊഫൈലിൻ്റെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെ ലെവൽസ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ ഹയസ്റ്റ് വോളിയം വരുന്ന ഏരിയ ഉണ്ടല്ലോ, ആ ബ്ലോക്ക് ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. ആ ലെവൽസിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. അപ്പോൾ നമുക്ക് ടച്ച് ചെയ്ത് ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഒരു ബൈ ചാൻസ് കിട്ടുന്നത്. അതേസമയം തന്നെ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ റെഡ് ക്യാനിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ മുമ്പ് നമ്മൾ ജസ്റ്റ് ഈ ലെവൽസ് മാനുവലായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ചാർട്ടും നോക്കി മാർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഈ ടൂൾ അനുസരിച്ച് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിയൽ ട്രേഡിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.